വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമയും സുസ്മിതയും കൂടി ശാരദാമ്മയുടെ വീട്ടിൽ നിന്നും പോകാൻ ഇറങ്ങിയിട്ടും മുറ്റത്ത് വെച്ച് ഇത് തന്നെ പറ്റിയ അവസരം വീണ്ടും അവർക്കെതിരെ ഭാമാൻ്റിയെ തിരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചു വരുത്തിയ ശാരദാമ്മയ്ക്ക് ഒരു നന്ദി പറയണ്ടേന്നും പറഞ്ഞ് സത്യഭാമയെ വിളിച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറുകയാണ് സുസ്മിത. ആകെ ദേഷ്യപ്പെട്ടാണ് സത്യഭാമ അകത്തേക്ക് കയറുന്നത്. തുടർന്ന് ശാരദാമ്മയോട് ഞങ്ങളും പോകുന്നു എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, ശാലിനിക്ക് പ്രത്യേകം ഒരു നന്ദി പറയ ആൻറ്റി എന്ന് ക്ഷണിച്ചു വരുത്തിയിട്ട് ഇത്രയും അപമാനം ആൻറ്റിക്ക് വാങ്ങിച്ചു തന്നില്ലേ, അതുകൊണ്ട് അവൾക്ക് പ്രത്യേകം ഒരു നന്ദി പറയണമെന്ന് സുസ്മിത സത്യഭാമയോട് പറയുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തെന്നാണ് ശാലിനി ചോദിക്കുന്നത്. തുടർന്ന് സുസ്മിത പറയാണ്, ക്ഷണിച്ചു വരുത്തിയിട്ട് ഇത്രയും വലിയൊരു അപമാനം നീ ഭാമാൻ്റിക്ക് കൊടുത്തില്ലേ എന്ന്. അന്നേരം നീ വേണ്ടാത്തത് പറയരുത് എന്ന് പറഞ്ഞ് സുസ്മിതയ്ക്ക് നേരെ ദേഷ്യപ്പെടുന്നുണ്ട് വിഷ്ണു. തുടർന്ന് സുസ്മിത പറയുകയാണ്, വിഷ്ണുവേട്ടൻ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. വസുമതി ആൻറ്റി പ്രീതിയെ ദാമ്പത്യ പൂജയ്ക്ക് വിടില്ല എന്ന് ഇവൾക്കറിയാമായിരുന്നു. അതിനുവേണ്ടി ഇവളുടെ വീട്ടിൽ തന്നെ വേദിയൊരുക്കി. എന്നിട്ട് അർജുനേട്ടനോട് പ്രീതിയെ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാനും പറഞ്ഞു. തുടർന്ന് ഇത്രയും വലിയൊരു അപമാനം ആൻറ്റിക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു വേദി ഒരുക്കിയത് ഇവളല്ലേ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുകയാണ് സുസ്മിത. അങ്ങനെ ഓരോന്ന് ശാലിനിക്കെതിരായിട്ട് പറഞ്ഞ് സത്യഭാമയും ശാലിനിയും തമ്മിലുള്ള ദേഷ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനാണ് സുസ്മിതയുടെ ശ്രമം. ഇതൊക്കെ സത്യഭാമ ശരിവെച്ച് അവിടെ തന്നെ ദേഷ്യത്തോടെ നിൽക്കുന്നുമുണ്ട്. തുടർന്ന് സുസ്മിതയെ നീ വേണ്ടാത്തത് സംസാരിക്കാമെന്നും പറഞ്ഞ് വിഷ്ണു കയർക്കാനൊരുങ്ങുമ്പോൾ വേണ്ട നിർത്ത്, ഇവളെ എനിക്ക് ശരിക്കും മനസ്സിലായി. പ്രീതിയുടെ നന്മയെ കരുതിയാണ് ഇവളെ ദാമ്പത്യ പൂജയ്ക്ക് ക്ഷണിച്ചതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പൂജ മുടക്കി അവളുടെ ജീവിതം നശിപ്പിക്കാനുമാണ് ഇവൾ തുനിഞ്ഞതെന്ന് ശാലിനിയെക്കുറിച്ച് ഭാമ പറയുകയാണ്. വീണ്ടും അമ്മയെ ശാലിനി എന്ത് ചെയ്തെന്നാണെന്നാണ് വിഷ്ണു ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞതൊക്കെ സുസ്മിത പറഞ്ഞില്ലേ, ചെയ്തതൊക്കെ സുസ്മിത പറഞ്ഞില്ലേ, നീ കേട്ടില്ലേ? വട്ടിപ്പലിശക്കാരിയെന്നും നാണമില്ലാത്തവളെന്നുമൊക്കെ വസുമതി എന്നെ വിളിച്ചപ്പോൾ നീ അടക്കം എല്ലാവർക്കും കേട്ട് നിൽക്കേണ്ടി വന്നില്ലേ? അതിനൊക്കെ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ് എന്ന് പറഞ്ഞ് ശാലിനിയെ കുറ്റപ്പെടുത്തുകയാണ് സത്യഭാമയും. മറ്റൊരാൾ കാരണം എൻ്റെ മകളുടെ കണ്ണുനീര് എൻ്റെ മുമ്പിൽ വീണു എന്നും പറഞ്ഞ് സത്യഭാമ സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമല്ല സത്യാമ്മയെ കാര്യങ്ങളെന്ന് ശാരദാമ്മ പറയാൻ ഒരുങ്ങുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി, നിങ്ങളും കൂടി ഇതിന് കൂട്ടുനിന്നു, അത് വേണ്ടായിരുന്നു എന്ന് ശാരദാമ്മയുടെ സങ്കടത്തോടെ സത്യഭാമ പറയുകയാണ്. സ്ത്രീരൂപം മൂണ്ട വിഷവിത്താണ് ഇവള്. എൻ്റെ വീട്ടിലേക്ക് തന്നെ ഇവളെ സമ്മാനമായി അയച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി തൊഴുകയാണ് ശാരദാമ്മയുടെ മുമ്പിൽ സത്യഭാമ. തുടർന്ന് വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കിയിട്ട് ദേഷ്യത്തോടെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത് എന്ന് പറഞ്ഞിട്ട് വാ മോളെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണു നമുക്കും പോവാമെന്നും പറഞ്ഞ് ശാലിനിയെ വിളിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു അങ്ങ് മുന്നോട്ട് നടക്കുന്നു. തുടർന്ന് ആകെ വിഷമിച്ച് നിൽക്കുന്ന ശാരദാമ്മയുടെ കൈ പിടിച്ച് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, ഞങ്ങളും പൊയ്ക്കോട്ടെ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം പോയിട്ട് വാ മക്കളെ എന്ന് ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും ശാരദാമ്മയുടെ കണ്ണന്നേരം നിറഞ്ഞു ഒഴുകുകയാണ്. പോകാൻ നേരം ശാലിനി അമ്മയെ നോക്കിക്കോളണമെന്ന് ശാരികയോട് പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരും പോയ ശേഷം രാജിയും ശാന്തയും കൂടി മുന്നോട്ട് വന്ന് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, എല്ലാവരും പോയതുകൊണ്ട് ഭക്ഷണം മിച്ചം വന്നു, അനാഥാലയങ്ങളിലെ ഭക്ഷണത്തിനുള്ള സമയം കഴിഞ്ഞു, ഇനി അതെന്താ ചെയ്യേണ്ടതെന്ന്. അന്നേരം കണ്ണു നിറഞ്ഞ് സങ്കടത്തോടു കൂടി ശാരദാമ്മ പറയുന്നുണ്ട്, അതങ്ങ് കുഴിവെട്ടി മൂടിയേക്ക്, ശാരദയുടെ സ്വപ്നം പോലെ തന്നെ അതും മണ്ണോട് ചേരട്ടെ എന്ന്. തുടർന്ന് സത്യഭാമയുടെ വീട്ടിൽ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേഷ്യത്തോടെ നടക്കുന്ന ഭാമയോട് എന്താ കാര്യങ്ങൾ, എന്താ സംഭവിച്ചതെന്ന് രാഘവൻ നായർ തിരക്കുന്നുണ്ട്. അന്നേരം ഒന്നും പറയാതെ ദേഷ്യത്തോടെ ഒരു നോട്ടം മാത്രം നോക്കുകയാണ് രാഘവൻ നായർ സത്യഭാമ. അന്നേരം സുസ്മിതയങ്ങ് സന്തോഷിക്കുകയാണ്, അടിപൊളി, ഇങ്ങേരോടും ആ ഭാമ ആൻറ്റിക്ക് നല്ല ദേഷ്യമായെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ ശാലിനി ആൻറ്റി എന്തായാലും ഇന്ന് നിർത്തി പൊരിക്കും എന്നൊക്കെ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങ് മുൻകൂട്ടി കണ്ട പോലെ ഓർത്തങ്ങ് ചിരിക്കുകയാണ് സുസ്മിത. ഇതേസമയം വിഷ്ണുവും ശാലിനിയും സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ നിന്നും ഇറങ്ങാതിരിക്കുന്ന വിഷ്ണുവിനോട് വിഷ്ണുവേട്ടാ വാ ഇറങ്ങെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താകുമോ എന്തോ എന്നും പറഞ്ഞ് വിഷ്ണു ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് അഭിമുഖീകരിച്ചല്ലേ പറ്റൂ, വാ ഇറങ്ങുമെന്നും പറഞ്ഞ് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് അവർ അകത്തേക്ക് വരുമ്പോൾ ഭാമാൻ്റി ദേ വന്നു എന്നും പറഞ്ഞ് സുസ്മിത വിളിച്ച് കാണിക്കുന്നുണ്ട്. അന്നേരവും രാഘവൻ നായർ സത്യഭാമ എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ്. അന്നേരം മരുമകള് തങ്കമാണെന്നല്ലേ രാഘവേട്ടൻ പറയാറ്, ദാ വന്ന് നിൽക്കുന്നു, അങ്ങോട്ട് തന്നെ ചോദിക്കുന്ന. തുടർന്ന് തൻ്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന ശാലിനിയോട് ഭാമ പറയുകയാണ്, നീ എനിക്ക് ഉണ്ടാക്കിയ അപമാനങ്ങളും ചെയ്തു കൂട്ടിയ നല്ല പ്രവൃത്തികളും എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ.
തുടർന്ന് ശാലിനിയെ ഒരുപാട് വഴക്ക് പറയുകയാണ് സത്യഭാമ. ഈ സത്യഭാമയ്ക്ക് നാട്ടിലൊരു വിലയുണ്ടായിരുന്നു, പലിശക്കാരിയാണ്, പലിശ പിരിവുകാരിയാണ് എന്നൊക്കെ നാട്ടുകാർ പറയുമെങ്കിലും ഈ പഠിക്കൽ വന്നതെന്ന് കുരയ്ക്കാനായിട്ട് ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ നീ അതെല്ലാം കൂടി തവിടുപൊടിയാക്കിയില്ലേ, നിനക്ക് തൃപ്തിയായില്ലേ എന്നൊക്കെ ശാലിനിയോട് ചോദിക്കുകയാണ് സത്യഭാമ. എല്ലാം കേട്ടിട്ടും ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന ശാലിനിയെ നോക്കി രാഘവൻ നായർ പറയുകയാണ്, സംഭവിച്ചത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒന്ന് ഞാൻ പറയാം, എൻ്റെ മരുമകൾ തനി തങ്കം തന്നെയാണ്. ഇവൾ എന്ത് ചെയ്താലും ഈ വീട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ, നിനക്ക് അപമാനമുണ്ടാക്കുന്ന ഒന്നും ഇവൾ ചെയ്യില്ല എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയെ പിടിച്ച് മുന്നോട്ടാക്കിയിട്ട് സത്യഭാമ പറയുകയാണ്, തനി തങ്കമാണെങ്കിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ വച്ച് പൂജിക്കുന്ന. തുടർന്ന് സങ്കടത്തോടെ ഭാമ പറയുന്നുണ്ട്, സത്യഭാമയ്ക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ആർക്കും ഒന്നുമില്ല, ഇവള് കാരണം ഞാൻ ഭൂമിയോളം താഴ്ന്നു നിൽക്കുകയാണ്, ഭർത്താവും കൂടി ചേർന്ന് എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തരുതെന്ന്. ഭാമയുടെ സങ്കടം കണ്ട് രാഘവൻ നായർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാനായിട്ട് ഭാമ സമ്മതിക്കുന്നില്ല. അന്നേരം വിഷ്ണു, അമ്മേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു എന്തോ പറയാൻ തുടങ്ങുമ്പോൾ മതി എന്നും പറഞ്ഞ് കൈകൂപ്പുകയാണ് വിഷ്ണുവിൻ്റെ മുന്നിൽ നോക്കി ഭാമ. എന്നിട്ട് ഭാമയങ്ങ് അകത്ത് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത ശാലിനിയെ ഒന്ന് നോക്കി താൻ ജയിച്ചു എന്നുള്ള ഒരാക്കി ചിരിച്ചിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. കയറി പോകുമ്പോഴും സുസ്മിത ശാലിനിയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ശാലിനി അന്നേരം ദേഷ്യത്തോടെയാണ് സുസ്മിത നോക്കുന്നത്. പക്ഷേ സുസ്മിതയുടെ മുഖം വിജയഭാവത്തിൽ തന്നെയായിരുന്നു. തുടർന്ന് രാഘവൻ നായർ വിഷ്ണുവിനോടും ശാലിനിയോടും ശരിക്കും എന്താ മക്കളെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ദാമ്പത്യ പൂജയ്ക്കിടയിലേക്ക് വസുമതി ആൻറ്റി കയറി വന്നു. തുടർന്ന് പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ശാലിനി രാഘവൻ നായരോട് പറയുന്നുണ്ട്. തുടർന്ന് പക്ഷേ വസുമതി ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് രാഘവൻ നായർ തിരക്കുന്നുണ്ട്. അന്നേരം വാർത്ത ചോർത്തി കൊടുക്കാൻ ആളുണ്ടല്ലോ അച്ഛാന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് സുസ്മിത, കടിഞ്ഞാണില്ലാതെ എത്ര ജീവനാണ് അവളുടെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് പിടയുന്നത്, എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് രാഘവൻ നായർ ശാലിനിയോട് പറയുകയാണ്. അന്നേരം അവളെ കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ നിന്ന് അയക്കാതെ ഒന്നും പറ്റില്ല എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം നമ്മൾ അതിന് ശ്രമിക്കുകയല്ലേ, അവൾ സമ്മതിക്കണ്ടേ, അഥവാ ഇനി നമ്മൾ എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടുവന്നാൽ അവൾ അതിന് തുരങ്കം വയ്ക്കില്ലേ എന്നൊക്കെ രാഘവൻ നായർ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അവൾക്ക് കല്യാണമൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്, അവൾക്ക് മറ്റുള്ളവരുടെ കണ്ണീരും ചോരയും ഒക്കെ കാണുന്നതാണ് ഹരം, അല്ലെങ്കിൽ അവളുടെ കടിഞ്ഞാണിടാനായിട്ട് എവിടെന്നെങ്കിലും ഒരാൾ വരണം എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ ശാലിനി പറയുകയാണ്, ഒരാൾ വരുന്നുണ്ടച്ച, സുസ്മിതയ്ക്ക് കടിഞ്ഞാണിടാനായിട്ട് ഒരാൾ ഉടനെ തന്നെ എത്തും. രാവണനുണ്ടെങ്കിൽ ശ്രീരാമനുമുണ്ട്, അയാൾ വരിക തന്നെ ചെയ്യും, അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുവെന്ന് ശാലിനി എന്തോ മുന്നിൽ കണ്ട പോലെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മാർക്കറ്റിലും ഇറച്ചിവിട്ട കടയിലുമൊക്കെ സുസ്മിതയുടെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഒരാൾ ഈ പെൺകുട്ടിയെ അറിയുമോ എന്നും പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, ആര് വരുമെന്നാണ് ശാലിനി നീ പറയുന്നത്, സുസ്മിതയ്ക്ക് കടിഞ്ഞാനിടാൻ ആരാണ് വരുന്നതെന്ന്. അന്നേരം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ആളിവിടെ എത്തിക്കഴിഞ്ഞു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുവെന്ന് ശാലിനി പറയുകയാണ്. അതേസമയം സുസ്മിതയുടെ ഫോട്ടോയും പിടിച്ച് എല്ലായിടത്തും അന്വേഷിക്കുന്ന ആള് അവസാനം റോഡിൽ നിന്നുകൊണ്ട് ആ ഫോട്ടോയും നോക്കി സംസാരിക്കുകയാണ്. സുസ്മിതെ, നീ എന്നെ പ്രേമിച്ചിട്ട് അങ്ങ് തേച്ചിട്ട് കടന്നു കളഞ്ഞല്ലേ, നീ എന്തായാലും ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, നിന്നെ തേടി ഞാൻ എന്തായാലും എത്തുന്നുണ്ട് എന്നൊക്കെ ഫോട്ടോ നോക്കി അങ്ങ് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് അയാള്. ശാലിനി പറഞ്ഞതൊക്കെ സമ്മതിച്ച് വിഷ്ണു പറയുന്നുണ്ട്, ശരി, ആളിനി എപ്പോൾ വരുമെന്ന് കൂടി ഇയാളുടെ 6th സെൻസിനോട് ഒന്ന് ചോദിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും സുസ്മിതയ്ക്ക് ഇത്തവണ പണി കിട്ടിയിരിക്കും, 8ൻ്റെ പണിയല്ല 80ൻ്റെ പണി എന്നെന്തോ ഉറച്ച തീരുമാനത്തോടു കൂടി പറയുകയാണ് ശാലിനി. ഇതേസമയം സുസ്മിതയുടെ ഫോട്ടോയും പിടിച്ച് നടക്കുന്ന ആൾ മെഡിക്കൽ ഷോപ്പിലും ഫാൻസി കടയിലും പലചരക്ക് കടയിലും പിന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കോളേജ് കുട്ടികളോടും ഒക്കെ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് തിരക്കുന്നുണ്ട്. പക്ഷെ ആരും സുസ്മിതയെ കണ്ടവരായിട്ടില്ല. ഇതേസമയം ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്, ഏതായാലും ആ ആളിനെ ഒന്ന് വേഗം അയക്കാനായിട്ട് പറയാൻ. അന്നേരം ഞാനല്ല അച്ഛ അയക്കുന്നത്, ദൈവമാണ് അയക്കുന്നതെന്ന് ശാലിനി പറയുകയാണ്. എന്തായാലും ശാലിനി പറഞ്ഞതുപോലെ സുസ്മിതയ്ക്ക് കടിഞ്ഞാനിടാനായിട്ട് ആളെത്തിക്കഴിഞ്ഞു. ഇനി സുസ്മിതയ്ക്ക് കിട്ടുന്ന പണികളാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് കഴിയുന്നത്. അതൊക്കെ നല്ല എപ്പിസോഡുകളാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക്